أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ ഷറഹ് റാത്തീബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, 51ാമത്തെ ക്ലാസ്. ഇന്നത്തെ ചർച്ച എങ്ങനെയാണ് ഈ റാത്തീബ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. വ കൈഫിയത്തു തർത്തീബിഹി, ഈ റാത്തീബിനെ ക്രമീകരിക്കുന്ന രൂപം. അൻ യജ്തമി അൽ ജമാഅത്തു സ്വഫൻ, സംഘം ആളുകൾ അണിയായി ഒരുമിച്ചു കൂടുകയാണ്. സ്വഫ് കെട്ടി ഒരുമിച്ചു കൂടണം. മുസ്തഖ്ബിലീന ഖിബിലത്ത, എല്ലാവരും ഖിബിലിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ടായിരിക്കണം അണിയായി ഇരിക്കേണ്ടത്. വല്ലദി യഖ്റഉഹു ലഹും യഖ്ഉദു മുഖാബിലഹും, ഈ സദസ്സിന് ചൊല്ലിക്കൊടുക്കുന്ന ആള് ഇരിക്കേണ്ടത് അവർക്ക് നേരെ അഭിമുഖമായിട്ടാണ്. വഇനിസ്തദ്ബറൽ ഖിബിലത്ത, ഈ ചൊല്ലിക്കൊടുക്കുന്ന ആള് ഖിബിലയിലേക്ക് പിന്നിട്ട് ഇരിക്കേണ്ട ഒരു ഗതികേടിലാണെങ്കിൽ പോലും അയാൾ ഖിബില കൊള്ള പിന്നിട്ടിട്ടെന്നെങ്കിലും ചെല്ലുന്ന ആളിലേക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം അയാൾ ചൊല്ലിക്കൊടുക്കേണ്ടത്, ഇരിക്കേണ്ടതും. കമാ യഫ്അലുൽ ഇമാമു ബഅദ സലാമി, നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞ ശേഷം ഇമാം പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈ റാത്തീബിന് നേതൃത്വം കൊടുക്കുന്ന ആള് ചെയ്യേണ്ടത്. അവ അയാളല്ലാത്തവരെല്ലാവരും ഖിബിലക്ക് മുന്നിട്ടിരിക്കുകയും അയാൾ ഖിബില കൊള്ള പിന്തിരിയാണ്, ഖിബില ബാക്കിലാക്കിയിരിക്കേണ്ട ഗതികേട് ഉണ്ടെങ്കിൽ പോലും ഈ സദസ്സിന്റെ മുന്നിലേക്ക് നേരിട്ടുകൊണ്ടാണ് അയാൾ ഇരിക്കേണ്ടതും ചെല്ലേണ്ടതും. ഫയശുറഉ, അങ്ങനെ സദസ്സെല്ലാം റെഡിയായതിനു ശേഷം ആരംഭിക്കണം ഇയാൾ. വയഖ്റഉൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് ഓതണം ആദ്യം. ആയത്തുൽ കുർസി, പിന്നെ ആയത്തുൽ കുർസിയാണ് ഓതേണ്ടത്. വആഖിറുൽ ബഖറത്തി മിൻ ആമനർ റസൂൽ ഇലാ ആഖിരിഹ, ആമനർ റസൂൽ മുതൽ സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റിൽ ആണല്ലോ ആമനർ റസൂൽ, അത് മുതൽ അതിന്റെ അവസാനം വരെ വൻസുർനാൽ ഖൗമിൽ കാഫിരീൻ എന്നത് ഓതണം. ജഹ്റൻ, പതുക്കെയല്ല ഉറക്കെയാണ് ഓതേണ്ടത്. വഹും യഖ്റഊന സിർറൻ, സദസ്സിലുള്ള അണികൾ എന്തു വേണം, പതുക്കെയാണ് ഓതേണ്ടത്. ഓതിക്കൊടുക്കുന്ന ആൾ ഉറക്കെയാക്കുകയും വേണം. അത് കഴിഞ്ഞതിന് ശേഷം സുമ്മ യഖൂലു മഅഹും ബിറഫഇ സൗതി ഇമ്മ മഅൻ ഔ തഖീബൻ, പിന്നെ ഈ ശേഷം പറയുന്ന ദിക്റുകൾ ചൊല്ലണം അവരോട് കൂടെ. ആ കൂടെ ചൊല്ലുക എന്നുള്ളത് ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ചൊല്ലേണ്ടത്. എല്ലാവരും ഒപ്പമായിട്ടാവാം, അല്ലെങ്കിൽ ചൊല്ലിക്കൊടുത്ത് മറ്റൊരാൾ ചെല്ലുന്നതിന്റെ ഉടനെ ചൊല്ലിക്കൊടുക്കുക, ഇങ്ങനെയും ആവാം. ഇങ്ങനെ ഉടനെയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒപ്പമാക്കിക്കൊണ്ടോ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് എല്ലാവരും ചെല്ലേണ്ടത്. അലിഫ്ലാമി മുതൽ ചെല്ലുന്ന കാണുന്നുണ്ട്, അതിപ്പോ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതും കാണുന്നുണ്ട് ഏടുകളിലൊക്കെ. ഇതിൽ പറയുന്നത് ഫാത്തിഹ ഓതിയിട്ട് ആയത്തുൽ കുർസി എന്ന, ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. ആവട്ടെ, രണ്ടിനും തെളിവുണ്ടാകാം. ഇതിനിപ്പോ തെളിവ് ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ ചെല്ലുന്ന ദിക്റിന്റെ തുടക്കം ഏതാ നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് 3 വട്ടം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 3 വട്ടം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 3. റബ്ബിഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം 3. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം 3. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 3. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം 3. റളിനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ 3. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അൽ ഖൈറു വശർറു മശീഅത്തില്ലാ 3. ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വതുബ്നാ ഇലല്ലാഹി ബാത്തിനൻ വളാഹിർ 3. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ 3. യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം 3.
യാ ഖവിയ്യു യാ മതീനു കിഫി ശർറൽ ളാലിമീൻ 3 അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സ്വറഫല്ലാഹു ശർറൽ മുഅദീൻ 3 യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ 3 യാ ഫാരിദൽ ഹമ്മി യാ കാശിഫൽ ഹമ്മി യാ മല്ലി അബ്ദി യഗ്ഫിറു വയർഹം 3 നസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ വറായ നസ്തഗ്ഫിറുല്ലാഹൽ ഖത്തായ 3 യാദുൽ ജലാലി വൽ ഇക്റാം മിത്ലാദിൽ ഇസ്ലാമിലെ 3 ഞാൻ പറഞ്ഞ തെറ്റാണ് 7 ആണത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് 4. ഇങ്ങനെയാണ് ദിക്റിന്റെ കോലം. അത് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ഹാക്കദ ഇതുപോലെ തന്നെ ചൊല്ലണം. തഹ്ലീലത്തൈനി 2 തഹ്ലീലായിക്കൊണ്ടാണ് ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഫീ നഫ്സിൻ വാഹിദിൻ ഒറ്റ ശ്വാസത്തിൽ 2 തഹ്ലീലായിക്കൊണ്ടാണ് ഈ ലാ ഇലാഹ ചൊല്ലേണ്ടത് എന്നതാണ്. വഅഖല്ലു ദാലിക ഈ തഹ്ലീൽ ഏറ്റവും ചുരുങ്ങിയത് 25 മറത്തൻ 25 വട്ടം ചൊല്ലണം. ലാ യൻഖുസു അൻഹ 25ൽ ചുരുങ്ങാൻ പാടില്ല. 25 വട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 2 തഹ്ലീൽ ഒറ്റ ശ്വാസത്തിലായിട്ട് ചൊല്ലേണ്ടത്. എന്തിനാണ് ഒറ്റ ശ്വാസത്തിലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 എണ്ണം കൂട്ടിയിട്ട് 25 വട്ടം ചൊല്ലുന്നു ചോദിച്ചാൽ ലിയുത്തിമ്മ ബിദാലിക 50 തഹ്ലീലത്തൻ ബിലാ നുഖ്സാനിൻ 50 ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. അത് വരണമെങ്കിൽ ചുരുക്കമില്ലാതെ ഈ ഒറ്റ ശ്വാസത്തിൽ 2 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് 25 ആകുമ്പോൾ 50 ആകും. ഇങ്ങനെ 50 വട്ടം കിട്ടണം. അതിനാണ് 25 വെച്ചത്. വലാ ഹദ്ദലി അക്സരിഹി അതിൽ കൂടുതൽ ചൊല്ലുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, എത്രയും ചൊല്ലാമോ. വലോ അറാദുൽ വഫാ അങ്ങനെ 50 പൂർത്തിയാക്കി ഇനി അതിലേറെ പൂർത്തിയാക്കി എന്താവട്ടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് വേണം? ثم يختمون بلا إله إلا الله محمد رسول الله صلى الله عليه وسلم وشرف وكرم ومجد وعظم ورضي الله عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين وتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين എന്ന് ചൊല്ലണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? സുമ്മ യഖറഉ ജഹ്റൻ പിന്നെ അവൻ ഉറക്കെ ഓതണം. പോകും മറ്റുള്ള അണികളോ സിർറം പതുക്കെ ഓതിക്കൊടുക്കുന്നതാണ് ഉറക്കെ ചെല്ലുക, ബാക്കിയുള്ളവർ പതുക്കെ ചെല്ലുക. എന്താണ് ഓതേണ്ടതെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതുക. വൽ മുഅവ്വിദത്തൈനി ഓരോ വട്ടം, അഥവാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 ഇങ്ങനെയാണ് ഇത് ചൊല്ലിപ്പോരേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 4 ഫാത്തിഹ വിളിക്കും. ആ 4 ഫാത്തിഹയും ഒന്നാമത്തെ ഫാത്തിഹ لسيدنا الفقيه المقدم محمد بن علوي بعلوي وأصوله وفروعهم وجميع ساداتنا علي أبي علوي أن الله يقدس أرواحهم في الجنة وينور ضرائحهم ويعيد علينا من بركاتهم وأسرارهم وأنوارهم في الدنيا والآخرة. രണ്ടാമത്തെ ഫാത്തിഹ لجميع ساداتنا الصوفية أن الله يقدس أرواحهم في الجنة وينور ضرائحهم ويعيد علينا من بركاتهم وأسرارهم وأنوارهم في الدنيا والآخرة ويلحقنا بهم في خير وعافية. മൂന്നാമത്തേത് لصاحب الراتب الأستاذ سيدنا الشريف القطب الغوث عبد الله بن علوي الحداد بعلوي أن الله يقدس روحه في الجنة وينور ضريحه ويعيد علينا من بركاته وأسراره وأنواره في الدنيا والآخرة. നാലാമത്തേത് لوالدينا ووالديكم وأمواتنا وأمواتكم وأموات المسلمين أجمعين أن الله يغفر لهم ويرحمهم ويسكنهم بالجنة
വയുസ്ലിഹു ഉമൂറൽ മുസ്ലിമീന വയഖിഫിഹിം ശർറൽ മുഅ്ദിൻ വയതഖബ്ബല മിന്നാ വമിൻകും വയർസുഖനാ വഇയ്യാകും ഹുസ്നൽ ഖാത്തിമത്തി ഇൻദൽ മൗതി ബിഖൈരിൻ വലുത്ഫിൻ വആഫിയ വഇലാ ഹദറത്തിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഫാത്തിഹ വിളിക്കുക. ഇങ്ങനെയാണ് ഫാത്തിഹ വിളിക്കേണ്ട രീതി. ഈ ഹദ്ദാദിലൂടെ നമുക്ക് കാണാം. ഏടുകൾ ചിലപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം. ഇതിലുള്ളത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സുമ്മ യർഫഉ യദൈഹി വയദ്ഉ സിർറാ. രണ്ട് കൈ അവൻ ഉയർത്തിയിട്ട് പതുക്കെ ദുആ ഇറക്കണം. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വഇൻ ഹദറ അഹദും മിനസ് സാദത്തി, നബി കുടുംബത്തിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ആരെങ്കിലും ആ സദസ്സിൽ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ ഫഹുവ ഔലാ അൻ യദുഅ ബിഹിം, എന്ന ആ സദസ്സിലുള്ള ആളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ബന്ധമായവർ ആ സാദാത്ത് കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. വഇല്ലല്ലദീ യഖറഉ റാത്തിബ, റാത്തിബ് ഓതുന്ന ആള് ഒഴികെ. അപ്പൊ അയാള് എന്ത് വേണം? വയദുഉ ലഹു വലിവാലിദൈഹി വലിൽമുസ്ലിമീന ഉമൂമൻ വഖുസൂസാ. അപ്പൊ റാത്തിബിനെ ഓതുന്ന ആള് ഒഴികെന്നാണ്. അപ്പൊ അയാളാണെങ്കിൽ അയാൾ ദ്വാരിക്കുക. സദസ്സിൽ സാദാത്ത് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ദ്വാരിക്കാൻ ഇദ്ദേഹം പറയുകയും ചെയ്യുക. ദ്വാരിക്കുമ്പോൾ എങ്ങനെ വേണം? അയാൾക്കും അയാളെ മാതാപിതാക്കൾക്കും ഒപ്പം എല്ലാ മുസ്ലിങ്ങൾക്കും ആമായിട്ടും പ്രത്യേകമായിട്ടും ദ്വാരിക്കുകയും വേണം. ഇങ്ങനെയാണ് ദ്വാരിക്കേണ്ട രീതി. വലാ ബഅസ, ഇനി കുഴപ്പമൊന്നുമില്ല, ബി അൻ യദുഅ ബിഹാദ ദുആഇ, ഇവിടെ ഒരു ദുആ പറയുന്നുണ്ട്. ആ ദുആ വെച്ച് ദ്വാരിക്കുമ്പോ അതുകൊണ്ട് വിരോധമൊന്നുമില്ല. എന്തുകൊണ്ട് ദ്വാരിക്കാം? എന്നാൽ പ്രത്യേകമായൊരു ദുആ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉഹുവ, ആ ദുആ ലി സ്വാഹിബി റാത്തിബി, ബഹുമാനപ്പെട്ട നമ്മുടെ ബാലിവി തങ്ങൾക്കുള്ളതായ ദുആ തന്നെയാണ് നമുക്ക് ദ്വാരിക്കുന്ന ദുആ. വഅസ്ലുഹു, ആ ദുആന്റെ അടിസ്ഥാനം വളഅഹു ലഹു ബഅദ ഖിറാഅത്തിൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദുആ വെച്ചിട്ടുള്ളത്. ലിതർതീബിൽ മദ്കൂറത്തി ബഅദ സ്വലാത്തി, നമസ്കാരത്തിന് ശേഷം പറയപ്പെട്ട ക്രമീകരണമുണ്ടല്ലോ, നമ്മളിപ്പോ പറഞ്ഞല്ലോ നിസ്കാരമൊക്കെ കഴിഞ്ഞ്. അത്തരം ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ് ആ ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫാത്തിഹ ഓതിയിട്ട് ഈ ദുആ വെച്ചത്. വയസ്തമിലു അയ്ളൻ ഇദാ ഖറഅത ബി അയ്യി വഖ്തിൻ വമൗദിഇൻ കാനാന, ഈ ദുആ ഈ ഹദ്ദാദ് ചൊല്ലി കഴിഞ്ഞിട്ട് മാത്രം എന്ന് വെക്കണ്ട, ഏത് സമയത്തും ഏത് സ്ഥലത്തും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഹദ്ദാദ് കഴിഞ്ഞിട്ട് മാത്രമല്ല, എപ്പോഴും ആവാം, വിരോധമില്ല. അതും ഉൾപ്പെടുത്തുന്നതാണ് ഈ പ്രാർത്ഥന. ഇത്രയെല്ലാം മഹത്വമുള്ള മഹാനവറുകൾ ഉണ്ടാക്കിയ ആ പ്രാർത്ഥന ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅഹ്ലി ബൈതി വസഹ്ബിഹി വസല്ലിം. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا بكل خير، وأن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير، وأن تحفظنا في أدياننا وأنفسنا وأولادنا وأصحابنا وأحبابنا من كل مهنة وبؤس وضير، إنك ولي لكل خير، إنك ولي كل خير ومتفضل بكل خير ومعد لكل خير يا أرحم الراحمين എന്നതാണ് ഈ പ്രാർത്ഥന. ഇത് പ്രാർത്ഥിക്കാം ഹദ്ദാദ് കഴിഞ്ഞിട്ട്. ഇതാണ് സാധാരണ നമ്മൾ പ്രാർത്ഥിച്ച് വരാറുള്ളത്. അല്ലാത്ത സമയത്തും അല്ലാത്ത എല്ലാ സ്ഥലത്തും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം, വിരോധമില്ല. ഇവിടെ അൻ തഫ്തഹ, ചില ഏടുകളിൽ കാണുന്ന തുഫത്യഹലനാണ്. ഇതിലുള്ളത് അൻ തഫ്തഹലന. പണ്ഡിതന്മാരിൽ പല ആളുകളും തുഫത്തിഹ എന്നും തഫ്തഹ എന്നും ഓതുന്നതായി കേട്ടിട്ടുമുണ്ട്. സുമ്മ യഖ്തിമു ദുആ, പിന്നെ ദുആ അവസാനിച്ചു. ദുആ അവസാനിപ്പിക്കുമ്പോൾ വയഖൂലൂന മഅ ബിറഫ്ഇ സൗതി അക്സറ മിനൽ അവ്വൽ, ആദ്യം ഒരു ചെല്ലുന്നല്ലോ അതിനേക്കാൾ ശബ്ദം ഉയർത്തിക്കൊണ്ട് എല്ലാവരും ഒപ്പം സദസ്സിലുള്ള എല്ലാവരും ചെല്ലുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ ശഖതിക വന്നാർ എന്നുള്ള ഈ ബൈത്ത് ഒരു 3 വട്ടം എല്ലാവരും ചെല്ലുക.
അത് കഴിഞ്ഞിട്ട് തുമ്മ യഖൂലുല്ലദി യജ്മഉ ബിഹിമുദ്ദുആ ബിഹൈസു യുസ്മിഉൽ ഹാദിരീന, പിന്നെ ഇവരെല്ലാവരും കൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾ സദസ്സിലുള്ള ആളുകൾ എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ തഖബ്ബലല്ലാഹു മിനൽ ജമീഇ വജഅലഹു ഖാലിസൻ ലിവജ്ഹിൽ കരീമി ലനാ വലിമുഹിബ്ബീന വലിഅഹ്ബാബിന വലിജമീഇൽ മുസ്ലിമീൻ എന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോ ശർഹ് റാത്തീബിലൂടെ ഹബീബ് എന്നവര് ഈ റാത്തീബിന്റെ വിവരണം നമുക്ക് നൽകിയത്, ഈ ദിക്റുകളൊക്കെ. പിന്നെ 2-3 പ്രാർത്ഥന നമ്മൾ കൂട്ടി ഈ ബൈത്ത് ചെല്ലാറുമുണ്ട്. അത് ഇതിൽ പറയുന്നിട്ടില്ല, ഏടുകളിലുമുണ്ട്, സാധാ എല്ലാവരും ചൊല്ലുന്നുമുണ്ട്. ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് സുമ്മർ റാത്തിബു ഷരീഫ്, ഈ പുണ്യമാകപ്പെട്ടതായ ഈ റാത്തീബ് വ കുല്ലു കലിമത്തിൻ ലഹാ ഷാഹിദുൻ വ ദലീലുൻ യലീഖു ബിതഫ്സീലിഹാ വയുർആദൽ മൗദിഅ. ഇവിടെ എന്തേപ്പോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ ആ റാത്തീബിന്റെ ദിക്റുകളും അതിന്റെ ദുആകളും ഫാത്തിഹയും ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ റാത്തീബിലുള്ള ഓരോ ദിക്റുകളും ഓരോ വചനങ്ങളും, ആ ഓരോ വചനങ്ങൾക്കും തെളിവുകളുണ്ട്, സ്വയം നിർമ്മിതമല്ല. അതിനോട് യോജിക്കുന്ന വിധത്തിൽ വിശദീകരണം നൽകിയുള്ള ലക്ഷ്യങ്ങളുമുണ്ട്. പക്ഷേ അത് ഇവിടെയല്ല ഞാൻ പറയുന്നത്, മറ്റൊരു സ്ഥലത്ത് ഞാൻ പറയും. കലിമാത്തുഹു 19 എങ്കിൽ ഇത് എത്ര കലിമത്തുണ്ടെന്ന് അറിയാമോ? 19 കലിമത്ത. ഈ റാത്തീബിലുള്ള 19 കലിമത്ത. കുല്ലു കലിമത്തിൻ തുഖാലു സലാസൻ, ഓരോന്നിനെയും 3 വട്ടമാണ് പറയേണ്ടത്. ഇല്ലത്തിനത്തൈനി 2 ഒഴികെ, അഹദുഹുമ 2-ൽ 1 സെബൻ 7 വട്ടം. അത് യാദൽ ജലാലി വൽ ഇക്റാം മിത്ന അലാദീൻ ഇസ്ലാം എന്ന് പറഞ്ഞില്ല, അതൊന്ന്. പിന്നെ വൽ ഉഖ്റ മറ്റത് അർബാൻ 4 വട്ടം. നസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞില്ല, നസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, നസ്തഗ്ഫിറുല്ലാഹൽ ഖത്വായ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹൽ ഖത്വായ എന്ന ചൊല്ലിക്കേൾക്കാറ്. ഇതിലുള്ളത് നസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ നസ്തഗ്ഫിറുല്ലാഹൽ ഖത്വായ. ഇതായിരിക്കും ശരി കരുതുന്നു. ആദ്യം അസ്തഗ്ഫിറുല്ലാഹ് ഒറ്റക്ക്, പിന്നെ വനസ്തഗ്ഫിറുല്ലാഹ് ജമ്മാക്കി പറയുന്നത് എല്ലാം ഒപ്പം ജമ്മായിക്കോട്ടെ എഴുതിയിട്ടായിരിക്കാം. ഇവിടെ നസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹൽ ഖത്വായ എന്ന് പറയും. ഇത് 4 വട്ടമാണ് ചൊല്ലേണ്ടത്. ഫവാത്തിഹു, പിന്നെ ഫാത്തിഹകൾ. ഖാല സ്വാഹിബുഹു, ഈ റാത്തീബിന്റെ മുസന്നി പറയുന്നു, ജുഇലത്ത് 4, ഫാത്തിഹ ഇവിടെ 4 ആക്കി. ഇവിടെ ഫാത്തിഹ എത്രയാക്കി? 4 ആക്കി കൊണ്ടുവന്നു. അതിപ്പോ എന്താ 4 ആക്കിയെന്ന് ചോദിച്ചാണെങ്കിൽ ഇൻ അറാദ സിയാദത്ത, അപ്പൊ സംശയം വേണ്ട, ഇവിടെ 4 പറഞ്ഞിട്ടുള്ളൂ അതന്നെ മതി എന്ന് കരുതണ്ട. അതിനേക്കാൾ കൂടുതൽ ഫാത്തിഹ ഓതാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഫലാ ബഅസ ബിമാ സാദ, കൂടുതലാക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. വലാ യങ്കുസ് അൽ അർബൈ, വേഗം കഴിച്ചട്ടെ എന്ന് വിചാരിച്ച് 2, 3, 1 ആക്കുക, അത് പറ്റില്ല. ചുരുങ്ങാൻ പറ്റില്ല. 4 കൂടിക്കോട്ടെ, വിരോധമില്ല. പിന്നെ വസ്സാലിസത്തു ഫി ഹയാതി ഫി ഹദ്റതിഹി, 3ാമത്തെ ഫാത്തിഹ ഇവിടെ നമ്മുടെ റാത്തീബുൽ ഉസ്താദ് ഉണ്ടല്ലോ, നമ്മുടെ സാഹിബുർ റാത്തീബുൽ ഉസ്താദ് അൽ ഖുതുബുൽ അബ്ദുല്ലാ ബിൻ അലവിൽ ഹദ്ദാദ് തങ്ങള് മഹാനവറുടെ ഹദ്റത്തിലായിക്കൊണ്ട്, അല്ലെങ്കിൽ ഔ ഫി ഗൈരി ഹദ്റതിഹി, ഹദ്റത്ത് അല്ലാത്തുമ്പോ ലാ യുസമ്മ, പേര് പറയപ്പെടൂല. പേര് പറയാതെ ഹദ്റത്ത് അല്ലാത്തിലോ അല്ലെങ്കിൽ ഹദ്റത്തിലോ ആയിട്ട് പേര് പറയാതെയാണ് ആ ഫാത്തിഹ വിളിക്കാറുള്ളത്. വഇന്നമാ യുഖാലു ഫാത്തിഹ ലിസാഹിബിർ റാത്തിബി, പിന്നെന്താ പറയാ? ലിസാഹിബിർ റാത്തിബി എന്ന് പറയും. അൻ യുജമ്മില അഹ്വാലഹു, ബഹുമാനപ്പെട്ടവരുടെ അവസ്ഥകൾ അഴകാക്കുവാൻ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അഴകാക്കലാണ്. ആ രൂപത്തിൽ പറയുമ്പോൾ ലിസാഹിബിർ റാത്തിബ് എന്ന് പറയും. അപ്പൊ ലിസാഹിബിർ റാത്തിബിൽ ഉസ്താദ് സയ്യിദുന ഷരീഫ് അൽ ഖുത്ബുൽ ഗൗസ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് വിളിക്കാറ്. വയകൂന ഫീ ഔനിഹി, അങ്ങനെ എന്താവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സഹായത്തിലും, വയുഅ്തിയഹു മത്ലൂബഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും തേടപ്പെടുന്നതെന്തോ ആ മഹാനവറുകൾക്ക് അത് നൽകാനും, വയൻഫഅനാ ബി ബറകാതി വ അസ്റാരി വ അൻവാരി ഫിദ്ദുനിയ വൽ ആഖിറതി,
ഇങ്ങനെയൊക്കെയാണ് വിളിക്കുക. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട്, രഹസ്യങ്ങളെ കൊണ്ട്, പ്രകാശങ്ങളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ബർക്കത്ത് ലഭിക്കണം. ദുനിയാവിലും ആഖിറത്തിലും തേടപ്പെട്ടതെന്തോ മഹാനവർക്ക് കിട്ടണം, മഹാനവരുടെ സഹായത്തിലാവണം. ഇങ്ങനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഫാത്തിഹ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെല്ലാം അറിയിച്ചതിന് ശേഷം പിന്നെ ബഹുമാനപ്പെട്ടവരുടെ പേര് അബ്ദില്ലാഹിബ്നി അലവിൽ ഹദ്ദാദ് എന്ന് പേര് പറഞ്ഞു. എന്തിനാ നമ്മൾ പേര് പറയാൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അന്ന ഇന്ദി സ്വാലിഹീന, ബഹുമാനപ്പെട്ട ആളുകളെ പറ്റി പറയുമ്പോൾ പേരൊക്കെ പറയുമ്പോ തൻസിലുർ റഹ്മത്തു, ആ റഹ്മത്ത് ഇവിടെ ഇറങ്ങും. അതുകൊണ്ടാണ് ഇത്രയും സ്ഥാനം വെണ്ണീന് ശേഷം പിന്നെ ബഹുമാനപ്പെട്ടവരുടെ പേര് നമ്മൾ പറയുന്നത്, ആ ബർക്കത്ത് കിട്ടാനാ. ലാ സിയ്യമാ ദിക്റു ഇൻദ റാത്തീബിഹി, ബഹുമാനപ്പെട്ടവരുടെ റാത്തീബിന്റെ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവരെ പ്രത്യേകിച്ച് പറയുമ്പോൾ എന്തായാലും റഹ്മത്തിറങ്ങുമല്ലോ, അത് വിചാരിച്ചിട്ടാ. വലിഫവാഇദ വൈദാലിക ഐലൻ, ഇതല്ലാതെ ഒരുപാട് പ്രത്യേകതകളും ഫലങ്ങളും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ഥാനങ്ങളൊക്കെ എണ്ണി പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ പേര് പറയുന്നത്. ഖൗലുൽ മലായികത്തി ലമ്മാ ഖാലല്ലാഹു തആല ലഹും മാ യഖൂലൂന ഇബാദി ഖാലൂ യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വഹല്ലിലൂനക വയുമജ്ജിദൂനക എന്ന് പറയുന്നു. ഈ പറയുന്ന വാക്കുകളും മറ്റു പല വാക്കുകളും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. എന്താണ് മലായികത്തി പറഞ്ഞത്? അള്ളാഹുവിനോട് അള്ള ചോദിക്കുമ്പോ എന്താണ് അതിന്റെ ഫലം എന്നുള്ളതാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇന്നത്തെ വിശദീകരണം ഇവിടെ വെച്ച് നിർത്തട്ടെ. ഇപ്പൊ ദിക്റുകളും അതിന്റെ ചെറിയൊരു വിവരണവും ചെല്ലേണ്ട രീതിയുമാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഇതുപോലെ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കബൂൽ ചെയ്യുവാൻ അള്ളാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാം കബൂൽ ചെയ്യട്ടെ. നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ മശായിഖന്മാരെല്ലാവരെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബായ നബിയുടെ ജിവാർ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.